ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോട്ടയത്തേക്ക് പോകുന്നവർ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ട്രൈ ചെയ്യുക. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പേരെത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇല്ലിക്കൽ കല്ല്. ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉയർന്ന കൊടുമുടികളിൽ ഒന്നായ ഇല്ലിക്കൽ കല്ല് സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി ഉയരത്തിലാണുള്ളത്. 3 പാറക്കൂട്ടങ്ങൾ ചേർന്നതാണ് ഇല്ലിക്കൽ കല്ല്. 20 രൂപയാണ് ഇവിടേക്കുള്ള എൻട്രി ചാർജ് വരുന്നത്. മുകളിലേക്ക് ജീപ്പ് സർവീസ് ഉണ്ട്. വാഗമൺ ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ് വാഗമൺ. കോടയിറങ്ങുന്ന പുൽമേടുകൾ, തേയിലത്തോട്ടങ്ങൾ, അരുവികൾ, പൈൻമരക്കാടുകൾ എന്നിങ്ങനെ പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമാണ് വാഗമൺ. ഗ്ലാസ് ബ്രിഡ്ജ്, പാരാഗ്ലൈഡിംഗ്, ട്രക്കിംഗ് എന്നിങ്ങനെ അഡ്വഞ്ചറിന് പറ്റിയൊരു സ്പോട്ടാണ് വാഗമൺ. നിരവധി സിനിമകൾക്ക് ലൊക്കേഷനായ വാഗമണിലെ പച്ചപ്പിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പുൽമേടുകളും വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇലവീഴ പൂഞ്ചിറ കോട്ടയത്ത് നിന്നും 60 കിലോമീറ്റർ അകലെയാണ് മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചിറ. 3 കൂറ്റൻ മലകളായ മണക്കുന്ന്, കടയത്തൂർ മല, തോണിപ്പാറ എന്നിവയിലുള്ള പൂഞ്ചിറ അതിമനോഹരമായ പ്രദേശമാണ്. മഞ്ഞുകാലമാണ് ഇവിടെ സഞ്ചരിക്കാൻ മികച്ചത്. ട്രക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. വേമ്പനാട് ലേക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കായലും ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ തടാകവുമാണ് വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി പരന്നു കിടക്കുന്നതാണ് വേമ്പനാട്ട് കായൽ. കായൽ ഭംഗി ആസ്വദിച്ചുള്ള ഹൗസ് ബോട്ടിംഗ് ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ് സാധാരണക്കാരുടെ ദൈനംദിന യാത്രയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഫെറി സർവീസ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കായൽ ഭംഗിയും നാട്ടിൻപുറ കാഴ്ചകളും ആസ്വദിക്കാൻ പറ്റിയ മാർഗമാണിത്. കോട്ടയത്തു നിന്ന് ആലപ്പുഴയിലേക്ക് കായലിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറഞ്ഞ ചെലവിൽ നമുക്ക് യാത്ര ചെയ്യാം. കുമരകം വേമ്പനാട്ടു കായലിൻ്റെ ഭാഗമായ കുമരകം നല്ലൊരു കായൽ ടൂറിസം കേന്ദ്രമാണ്. റിസോർട്ടുകൾ, ഹൗസ് ബോട്ട്, ബോട്ടിംഗ്, ചൂണ്ടയിടൽ എന്നിങ്ങനെ നീളുന്നു കുമരകം കാഴ്ചകൾ. കുമരകത്തെ ഒരു വിനോദസഞ്ചാര ഗ്രാമമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണക്കാലം എത്തുന്നതോടെ കുമരകത്ത് വള്ളംകളി മത്സരങ്ങളും അരങ്ങേറും. കുമരകം ബേർഡ് സാങ്ച്വറി വേമ്പനാട്ട് കായലിൻ്റെ തീരത്തായി കുമരകത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം വേമ്പനാട്ട് പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. 14 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പക്ഷി സങ്കേതം അപൂർവ ദേശാടന പക്ഷികളുടെയും തണ്ണീർത്തടങ്ങളും കാണുന്നതിനുള്ള പ്രദേശമാണ്. ജൂൺ മുതൽ ആഗസ്റ്റ് വരെയാണ് പക്ഷികളെ കാണാൻ ഏറ്റവും നല്ല സമയം. ബേ ഐലൻഡ് ഡ്രിഫ്റ്റ് വുഡ് മ്യൂസിയം കരകൗശല വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മ്യൂസിയം കുമരകത്തിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തീരത്തടിഞ്ഞ മരത്തിൽ നിന്നുണ്ടാക്കിയതാണ് ഈ കലാവസ്തുക്കൾ എന്നതാണ് ഇവയുടെ സവിശേഷത. മാംഗോ മെഡോസ് അഗ്രികൾച്ചറൽ തീം പാർക്ക് കടുതുരുത്തി ഗ്രാമപഞ്ചായത്തിലെ ആയാംകുടിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ആദ്യ അഗ്രികൾച്ചറൽ തീം പാർക്കാണ് മാംഗോ മെഡോസ്. 4000-ലേറെ ഇനം അപൂർവ മരങ്ങൾ ഇവിടെയുണ്ട്. പ്രകൃതി സ്നേഹികൾക്ക് പറ്റിയൊരിടമാണിത്. കുട്ടികൾക്കായി പാർക്കും നീന്തൽ കുളവും ഫാം, ബോട്ട് സഫാരി, റോപ്പ് വേ തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. കൂടാതെ താമസ സൗകര്യവുമുണ്ട്. പാലാക്കരി അക്കോ ടൂറിസം സെൻറ്റർ ഫാമിലിയും ഒത്ത് ഒരു ദിവസം ചെലവിടാൻ പറ്റിയ സ്പോട്ടാണിത്. രാവിലെ 10 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എൻട്രി ടൈം. രാവിലെ എത്തുന്ന ആൾക്ക് 6 മണി വരെയും ഫാമിൽ തുടരാം. ഉച്ചഭക്ഷണം ഉൾപ്പെടെ 200 രൂപയാണ് ഫീസ്. പെഡൽ റോബോട്ട് സഫാരിയും ഇതിൽ ഉൾപ്പെടുന്നു. ചൂണ്ടയിടാനുള്ള സൗകര്യവും. ഗ്രാമഫോൺ മ്യൂസിയം ഇന്ത്യയിലെ ഏക ഗ്രാമഫോൺ മ്യൂസിയമാണിത്. 260 റെക്കോർഡ് പ്ലെയറുകളും 1,00,000-ലേറെ വരുന്ന റെക്കോർഡുകളും 1902 ഇന്ത്യയിലെ ഏറ്റവും ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ഗാനത്തിൻ്റെ വിനൈൽ റെക്കോർഡ് ഉൾപ്പെടെയുള്ളതാണ് ഇവിടുത്തെ ശേഖരം. മലരിക്കൽ വില്ലേജ് ഗ്രാമീണ ടൂറിസത്തിന് പേരുകേട്ടതാണ് മലരിക്കൽ. ആമ്പൽ പാടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആമ്പൽ വസന്തം ആസ്വദിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്താറുണ്ട്. ആമ്പൽ പാടത്തിലൂടെ തോണി സവാരിയും ഉണ്ട്. അടുത്തതായി കാണിക്കുന്നത് കോട്ടയം ജില്ലയിലെ വ്യൂ പോയിന്റുകളാണ്. അടുത്തത് കിഡ്സ് പാർക്കുകളാണ്. അടുത്തതായി കാണിക്കുന്നത് കോട്ടയത്തെ വെള്ളച്ചാട്ടങ്ങളാണ്.
സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.